ഹേ ഗൈസ്, ഞാനിപ്പോ എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലാണ് ഗൈസ്. സ്വർഗത്തിൽ ഏറ്റവും പോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ നിൽക്കുമെന്നുള്ള കാര്യം. ഞാൻ മാത്രമല്ല, നമ്മുടെ ചെറുക്കന്മാരും ഉണ്ട് ഗൈസ്. കേരള ജീപ്പില് എന്റെ പൊന്നെ, ഞങ്ങൾ ഇവിടെ എത്തിയെന്നുള്ള ഇവിടെ എങ്ങനെ എത്തിയെന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല, ഇവന്മാർക്കും അറിയത്തില്ല. എല്ലാം സഡൻ പ്ലാൻ ആയിരുന്നു ഗൈസ്. അപ്പോ ഫ്യൂച്ചറിൽ നിൽക്കുന്ന ഞങ്ങളെ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാം പോയി കണ്ടിട്ട് വാ. പാസ്റ്റിലെ എന്നിലേക്ക് നിങ്ങൾ പോയിട്ട് വരിക. ഇപ്പൊ ജർമ്മന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലാണ്. ജർമ്മനെ വിളിക്കുകയാണ്. ഹലോ ഗേസ്, രജത്തുണ്ടോ? രജത്ത് വരണില്ലേ? അവന്റെ ഫ്രണ്ട് വാ. എന്ന് വെച്ചാ വന്നു കഴിഞ്ഞാൽ നീ തിങ്കളാഴ്ചയിലെ തിരിച്ചു പറഞ്ഞാ. തിങ്കളാഴ്ച രാവിലെ ഞാൻ തിങ്കളാഴ്ച ലീവ് പറഞ്ഞിരിക്കണേ. ചൊവ്വാഴ്ച വന്നാ മതിയല്ലോ. ലാപ്പ് എടുത്തിട്ടുണ്ട്. അയ്യോ ഫോണില്ല. ഫുഡ് കഴിക്കണം. നിങ്ങൾ കഴിച്ചാ? നിന്റെ കാത്ത് ഇല്ല, ഞാൻ കഴിച്ചില്ല. നിന്റെ ചെലവ് പയ്യന് ചെലവല്ല. എടാ കഥകൾ കുറെ ഉണ്ട്. ഇന്നലെ ഒരു ഓട്ടം ഓടിയിട്ട് വന്നത്. എന്തോന്ന് ഓട്ടം? ഇന്നലെ ഒരു വർക്കല ചേട്ടനായിട്ട്. നിന്റെ സ്വന്തം ചേട്ടനാ? അറക്കം ഇവിടെ കഴിച്ചിട്ട് വരാം. ഈ ഉള്ളൂരൊരു പ്രശ്നമുള്ളത് വണ്ടി പാർക്കിങ് ഭയങ്കര സീനാണ്. ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാൻ പോലും ഒരു സ്ഥലമില്ല. പാർക്കിങ്ങൊക്കെ വെരി പോകും. ഞാനും ജർമ്മനും രജത്തും കൂടി ഫുഡ് കഴിക്കാനായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണലിസം ഒക്കെ ഇല്ലടാ ജർമ്മ. ഇത് വന്നപ്പോൾ ട്രൈപ്പോഡ് വന്നപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ അവരൊരു ഓഫറൊക്കെ തന്നാല നമ്മൾ കടയിൽ ചെന്ന് കയറുമ്പോൾ പ്രൊമോഷൻ ചോദിക്കുക. കട ഏതാ കട? ഇസ്ബിയിലൊന്നുമല്ലല്ലോ വന്നത്. ലെമൺ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇവിടെ ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ ആളെ പരിചയപ്പെടുത്തുകയാണ്. രജത്ത് എന്നാണ് പേര്. ഫാഷൻ ഡിസൈനർ അല്ലല്ല, ഗ്രാഫിക് ഡിസൈനർ, സോറി. പക്ഷേ ഫാഷൻ കിട്ടുന്നതാണ് കേട്ടോ. ഫ്രം നമ്മൾ കാസർഗോഡ് നിറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് മാല ഇടുന്നു. ഒരു മാല ഇത് നാളെ ഇതിൽ ഡ്രസ്സില്ല, അതിൽ ഡ്രസ്സില്ല. അപ്പോൾ രണ്ട് ഡ്രസ്സ് പെർഫ്യൂം എല്ലാം ഞങ്ങൾ അടിച്ചു മാറ്റാം. കയ്യിൽ ചരട് അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് രജത്ത് പെർമിഷൻ. ഈ ഓർഡർ ബിരിയാണി മതിയോ? ഓക്കെ, അടുത്ത ചിക്കൻ ബിരിയാണി കഴിക്കാം എല്ലാവർക്കും. ഞാൻ ജോലി ചിക്കൻ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്ന് കഴിച്ചാൽ അത് മാത്രമേ. ബീഫ് കിഴി ബിരിയാണി കിഴി അത് 200. കുറച്ച് മതി. മറ്റേത് 150. ബീഫ് കിഴി ബിരിയാണി കഴിച്ചിട്ട് വരാം. ഒരു ബീഫ് കിഴി ബിരിയാണി ബീഫ് ബിരിയാണി നോർമൽ ആൻഡ് 1 ചിക്കൻ ബിരിയാണി. ओके, एक बीफ करी बिरयानी, एक बीफ बिरयानी, एक चिकन बिरयानी. यस, लेट्स वेट फॉर द फूड. അതുവരെ ഞങ്ങൾ എന്തെങ്കിലും ചളിയൊക്കെ അടിച്ചിരിക്കും. ഇത് ചിക്കൻ ബിരിയാണി ചോദിക്കട്ടെ. ബീഫ് ബിരിയാണി ഇതേപോലെ ബീഫ് കിഴി ഇതെവിടെ വയ്ക്കുന്നത്? ഈ കിഴി അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. കെട്ടി വെച്ചിട്ട് നോർമൽ ബിരിയാണിയെ കിഴിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിഴി പൊറോട്ട കിഴി അതുപോലെ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇനി കണ്ട അവൻ്റെ നമുക്ക് നമ്മുടെ നോർമൽ ബിരിയാണി. ഇത് ബീഫാണ് ചിക്കൻ. എന്നും ഇത് തന്നെ കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നത്. സാധാരണക്കാരനുണ്ടാവും. മന്തിയാണ്. എന്നിട്ട് കഴിക്കട്ടെ. എനിക്കെല്ലാം കാണിച്ചാണിച്ച് വയ്യ. ഇത് കോരികളെല്ലാം കാണിക്കണമെന്നില്ല. കഴിക്കട്ടെ. ഇപ്പോൾ ഒരു ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ബൈ ബൈ. അങ്ങനെ രജത്ത് പോയി ജർമ്മൻ ഓഫീസിൽ പോയിട്ട് ജർമ്മനും വരും. നമ്മൾ ബുക്ക് ചെയ്ത് പക്ഷേ ബുക്ക് ചെയ്തിട്ട് ഇവിടെ UTC ആപ്പ് എന്ത് കഷ്ടമാണെന്ന് അറിയത്തില്ല. UPI പേയ്മെന്റ് കഴിഞ്ഞ് എന്തിനാണ് ഈ ആപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു ഉപയോഗമില്ല. നീ നോക്കട്ടെ, ആ പേയ്മെന്റ് കൊണ്ട് നമുക്ക് പോവാം.
ചേച്ചിയുടെ കാര്യം പറയാം. ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫണ്ട് നമ്മുടെ പോയിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ള കാര്യം പറയാം. എന്തായാലും നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീക്കെൻഡ് വ്ലോഗ് ഗൈസ്. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ്ങും പറയണ്ട. എന്തായാലും നമുക്ക് അങ്ങോട്ട് എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. എനിക്ക് ട്രെയിനിന് ടിക്കറ്റ് ബുക്കിംഗ് ഇങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നേരെ പോകണം. ഇനി ജർമ്മനിൽ കുറച്ച് കാര്യങ്ങൾ സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തതായതുകൊണ്ട് പ്ലാൻഡ് അല്ല ഒന്നും. സോ നമ്മൾ എന്തായാലും ഇനി മുമ്പോട്ട് പോയിട്ട് ട്രെയിൻ കിട്ടണം, ട്രെയിനിൽ കയറണം. ഒന്ന് ഗൈസ് ഇവിടുത്തെ തിരക്ക് കണ്ട ബാക്കിലോട്ട് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ പെടും. അത് നിങ്ങൾ യാത്രക്കാർ ശ്രദ്ധിക്കാൻ കഴിയും. അയ്യോ, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഞാനിപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ പൊന്നിയോ ജനറൽ ഒരു രക്ഷയില്ലാത്ത ആളുകൾ. ഇതിപ്പോൾ അങ്ങെത്തുമ്പോൾ പെടും കേട്ടോ, അങ്ങെത്തുമ്പോൾ സെറ്റാവും. സുഭാഷേ നീ കാണണം, നമ്മൾ ജനറലിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എൻ്റെ അമ്മേ, ഒരു നീണ്ട ജനറൽ യാത്രയ്ക്ക് ശേഷം എറണാകുളം സൗത്തിൽ നേരെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന ടൈമിൽ സൗത്തിലാണ് തന്നെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മെട്രോ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ അല്ലേ? അതെ, എന്താ വഴി? ഇതെന്താ ഗുഡ്സാണ്? ഇതൊക്കെ സാധനം സംഭവം എന്താ? ഡെലിവറിയുടെ ഡെലിവറി ഇവരെ ഒരു ബൈക്ക് റെന്റലിന്റെ സ്ഥലമാണ്. അതവിടെ ഇല്ലേ? അപ്പൊ ഇങ്ങോട്ടായിരിക്കും. പിന്നെ അവിടെയാണെങ്കിൽ പിന്നെ അങ്ങോട്ടല്ലാതെ അല്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയത്. എനിക്ക് നേരെ ഇറങ്ങി കഴിഞ്ഞു. ഇതുണ്ടാകുന്നു, ടൈം ഉണ്ടാകുന്നു. അയ്യോ, അങ്ങനെ വെയിറ്റിംഗ് ഫോർ അവർ മെട്രോ. ഇവിടെ നിന്നായിരിക്കും വരുന്നത്. അല്ല, ഇവിടെ നിന്നാണ് വരുന്നത്. അയ്യോ, അങ്ങനെ ഒരു നീണ്ട ഓട്ടത്തിന് ശേഷം അവിടെ എത്തി. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നെക്സ്റ്റ് പോകേണ്ട സ്ഥലം ചങ്ങമ്പുഴ പാർക്ക്. നമ്മുടെ പരിപാടികളൊക്കെ കഴിയുകയുള്ള അവിടെ ചെന്നിട്ട് ഒരുത്തിന് കൊടുക്കാനുണ്ട് നന്നായി. അതെ, ആവശ്യമുണ്ടോ? കഴിഞ്ഞു, വാലിഡിറ്റി കഴിഞ്ഞു. അയ്യോ, ഇനി വിളിക്കാൻ പറഞ്ഞ തെണ്ടികളെയൊക്കെ ഒന്ന് നോക്കട്ടെ. സുഭാഷ് അതിലുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇറക്കി വരത്തുള്ളൂ. മെട്രോയിൽ വന്ന സുഖം വേറെ ഒന്നിനും വന്നിട്ടും കിട്ടുന്നു. ട്രിവാൻഡ്രം ടു കൊച്ചി ഒരു മെട്രോ ഉണ്ട്. അവന്മാരാ വിശപ്പുണ്ടോ എനിക്ക്? അവര് വരട്ടെ, ഇനി കഴിയും. ഇനി കഴിക്കുന്നില്ല, അവരെത്തിയിട്ടാണ് കഴിക്കാൻ. എന്നിട്ട് നമുക്ക് അതൊരു ഇന്നത്തെ അടിക്കാം. ചെറുക്കൻ്റെ വീട്ടിലോട്ട് അവൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു പോവുകയാണ് സർപ്രൈസ് കൊടുക്കാൻ. അവിടെ റൂട്ട് മാപ്പ് കാണിച്ചാണ്ടോ? എത്ര മിനിറ്റ് ഉണ്ട് നടക്കാൻ? 4 മിനിറ്റ്. അവിടെ ചെന്നിട്ട് അവന്റെ വീട് അല്ലെങ്കിൽ നമ്മൾ പെടും. അല്ല, ഞാൻ സേവ് ചെയ്തിട്ട് അന്ന് സേവ് ചെയ്തിട്ട് തന്നെ. നമ്മളല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂടാ പാതിരാത്രി? എന്തൊരു ഉത്സാഹത്തിൽ ജർമ്മൻ നടന്നു പോകണം നോക്കിയാൽ. അതൊക്കെ എന്താ എത്ര ഉത്സാഹം! അയ്യേ, ഇതേനടാ, നോ മോർ എക്സ്പ്ലനേഷൻ. അങ്ങനെ നമ്മൾ അബിയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവന്റെ ഒരു ഭാഗ്യം നോക്കിയാണ്, ഇത്ര അടുത്ത്. ഇവന്റെ അല്ല, നമ്മുടെ ഭാഗ്യമാണ്. നടന്നു വരാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് വീട്ടിൽ അതിക്രമിച്ച് കയറടാ. ഒന്ന് പറഞ്ഞിട്ടൊക്കെ കയറി. സർപ്രൈസ്. ആരാ? ഞങ്ങളാ. അവടെ? അയ്യോ, ഞങ്ങൾ അവന് സർപ്രൈസ് എടുക്കാൻ വന്നത്. വരുമ്പോ 15 മിനിറ്റ് ആവും. നമ്മള് നോക്കിയപ്പോ തൊട്ടടുത്തേക്ക് നടന്നു. ഞാൻ അല്ല, അവന് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് പോകും. അതൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, അവന് വന്ന കാലം നിൽക്കാതെ പോയത്. ഇനി വിളിക്കാണ്, അവന് വിളിച്ചത്. സർപ്രൈസ് കൊടുക്കുന്നത് ഞാൻ അവന്റെ അമ്മേനെ കൊടുക്കാം. അവന്റെ അമ്മേനെ സുരക്ഷിതം, നമ്മള് സുരക്ഷിതമായിട്ട് എത്തി. ഇത് എന്തോന്നിവിടെ നബി സെറ്റപ്പ്. നബിയുടെ കാറ് വണ്ടിയിലെത്ത്. ഹായ് എന്നെ കുട്ടി. ഓ, തുടങ്ങിയെന്ന് അറിഞ്ഞില്ലേ? ഹലോ, പരിപാടി ഇങ്ങ് വന്ന് അത്ര തന്നെ. ഇനിയാണ് പരിപാടി നമ്മള് കണ്ടുപിടിക്കുക.
ഫുഡ് കഴിച്ചില്ല, ഭയങ്കര ക്ഷീണോടാ. ചേട്ടനെ പറ്റിച്ചാണ് ഞങ്ങളെ ചോദിക്കുന്നത്. എങ്ങനെ പറ്റിക്കാന്ന് വീട്ടിൽ വന്നിട്ട് പോകാൻ പറയാം. എടാ അവൻ എന്താ വിളിക്കണടാ, നമ്മളെ വിളിക്കണം. ആരടാ? ഓ എന്താ ഒരു അച്ഛനെ കവോൺ എന്തല്ല ഗസ്സാ. നമ്മള് പ്രൊഫഷണൽ ആയതയാ. വെൽക്കം മച്ചു. എടാ നമ്മളെ ഹായ് പറ. ഹായ് കേട്ടാ, ഞാൻ അവിടെ കഴിഞ്ഞ് വന്നപ്പോ പിൻ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇറങ്ങി പാടുന്നത്. ഞാൻ പറഞ്ഞു അളിയത് അടുത്ത് നടന്നുള്ള 6 മിനിറ്റ് ഉള്ളത് പറഞ്ഞു. അപ്പം പറഞ്ഞു അവൻ്റെ അടുത്ത് പറയണ്ട, പറഞ്ഞു. എന്തായാലും ഇനി മുമ്പോട്ട് പോയിട്ട് ട്രെയിൻ കിട്ടണം, ട്രെയിനിൽ കയറണം. അന്ന് വേണ്ട, കട്ട് ചെയ്തു. ഇവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ആദ്യം പോയി ഇതിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട്, ആ പാസ്റ്റ് കണ്ടിട്ട് വരും. നമ്മളപ്പോൾ ഫ്യൂച്ചറിലോട്ട് മീൻ കിട്ടേ. അതെ, ആഗമിക്കട്ടെ. ബൈ ബൈ.